ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ പ്രതാപനോട് ഭയങ്കര ഭീഷണി പറയുന്നുണ്ട്. ഇനി എങ്ങാനും എന്റെ കണ്ണിട്ടിനെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ പിന്നെ അച്ഛനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെന്നാ ഒരു അച്ഛനെയും മോനെയും ഇടിച്ചിട്ട് ഒരു നോക്കുപോലും നോക്കാതെ പോയി കളഞ്ഞില്ലേ, അതിന് ഞാൻ മാത്രമല്ല സാക്ഷി, എന്റെ അയ്യപ്പ സ്വാമിയും സാക്ഷിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി രണ്ടും കൽപ്പിച്ചാടും. അപ്പൊ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, ഇവള് കട്ട കലിപ്പാണല്ലോ എന്ന് നമ്മുടെ പ്രതാപനും പറയുന്നുണ്ട്. ശേഷം നമ്മുടെ പ്രതാപൻ ഇതൊക്കെ നമ്മുടെ വാമദേവനെ പോയി അറിയിക്കുന്നുണ്ട്. അപ്പൊ വാമദേവൻ പറയുന്നുണ്ട്, നീ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ നിന്റെ മോള് തന്നെ നിന്നെ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാമദേവനും പറയുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ മേഘനാഥൻ സാഗറുമായിട്ട് കാണുന്നതാട്ടോ. അപ്പൊ സാഗറിനോട് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, എടാ നീ വേഗം ഒന്ന് അവളെ അടിച്ചു മാറ്റി കൊണ്ടുപോടാ, ഇനി ഞാനൊന്ന് സമാധാനത്തിൽ ജീവിച്ചിട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേഘനാഥൻ പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥൻ വീട്ടിലേക്ക് പോവുക. മേഘനാഥന്റെ വീട്ടിലേക്ക് ആ ഒരു ആയുർവേദ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. അപ്പൊ സാഗർ പറയുന്നുണ്ട്, വീട്ടിൽ ചെന്നാൽ മഹാലക്ഷ്മി അവിടെ കാണാൻ വരില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, അവള് വീട്ടിലോട്ടൊന്നും വരില്ല, വീട്ടിലെല്ലാവരും അവളോട് അത്രയ്ക്കും മാന്യമായിട്ടൊന്നുമല്ല സംസാരിക്കുന്നു, അതുകൊണ്ട് അവള് വീട്ടിലേക്ക് വരാൻ ധൈര്യം കാണിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ നിൽക്കുന്നു മഹാലക്ഷ്മി. മഹാലക്ഷ്മി ഏകേട്ടനെ കാണുമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നേരത്താണ് നമ്മുടെ മേഘനാഥൻ അവിടെ വരുന്നത്. പക്ഷെ നമ്മുടെ മഹാലക്ഷ്മി അവിടെ വീടിന്റെ പുറത്തേക്ക് മേഘനാഥന്റെ അമ്മ പിന്നെ ഭയങ്കരമായിട്ട് മര്യാദയ്ക്കൊന്നുമല്ല പെരുമാറുന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒന്നുമില്ല മേഘനാഥൻ, നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കേന്നും പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയെ പറഞ്ഞു വിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ കാറിൽ കയറാൻ പോകുന്ന സമയത്താണ് നമ്മുടെ മേഘനാഥൻ കാറിന് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കാണുമ്പോൾ തന്നെ നമ്മുടെ മേഘനാഥനും ആ ഡ്രൈവറും കൂടി തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ആണെങ്കിൽ ഇവരൊരു മിന്നായം പോലെ കാണുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി നോക്കുമ്പോൾ ആരൊക്കെയോ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് മഹാലക്ഷ്മിക്ക് തോന്നി. ശത്രുക്കൾ തന്നെ പിന്നാലെ തന്നെ ഉണ്ട്. മഹാലക്ഷ്മി ആ കാറിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നൊന്നുമില്ല കേട്ടോ. ശേഷം നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു കണ്ണന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പിറകെ തന്നെ ഉണ്ട് കണ്ണേട്ട, നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം, കണ്ണേട്ടനെ നല്ലോണം സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു രംഗങ്ങളാട്ടോ. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, എന്തേ തനിക്ക് ഇത്ര പേടി, തന്റെ രണ്ടാനച്ഛൻ എന്നെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാണോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു രംഗവും ഇത് കേട്ട് നമ്മുടെ മഹാലക്ഷ്മി അകപ്പാടെ ഭയന്ന് നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.